ഹലോ എവ്രി വൺ. നമ്മൾ 10th ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസിനെ കുറിച്ചാണ്. ഈ ജീൻസ് എന്ന് പറയുന്നത് ഇരിക്കുന്ന ഇവിടെയാണ്, നമ്മുടെ ക്രോമസോമിനകത്തിലെ DNA-ക്കകത്തിലാണ് ജീൻസ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ. ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ ക്രോമസോംസ്, അതുപോലെ തന്നെ DNA-യുടെ സ്ട്രക്ചർ, ക്രോമസോമിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ മനുഷ്യരിലെ ക്രോമസോംസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ജീൻസിനെ കുറിച്ചാണ്. ജീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് നമ്മളുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ജീൻസ് എന്ന് പറയുന്നത് DNA-യിലെ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആണ്. അതായത് നമുക്കറിയാം DNA-യുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. DNA എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡുകളുടെ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആണ് ഏതെന്ന് പറയുന്നത് ജീൻസ് എന്ന് പറയുന്നത്. കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് ചേർന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണിയാണ് എന്തെന്ന് പറയുന്നത് ജീൻസ്. അപ്പൊ ഈ ജീൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പൊ പ്രോട്ടീനുകൾ, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ജീൻസ്. ഈ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് നടക്കുന്നത് റൈബോസോമിലാണ് അല്ലെ. അതായത് സെല്ലിലെ ഓർഗനൽസ്, അതായത് കോശാംഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ റൈബോസോം പഠിച്ചിട്ടുണ്ട്. ആ റൈബോസോമിനകത്തിലാണ് എന്തിന്റെ സിന്തസിസ് അല്ലെങ്കിൽ എന്തിന്റെ നിർമ്മാണം നടക്കുന്നത്? പ്രോട്ടീൻസിന്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പൊ ഈ പ്രോട്ടീന്റെ നിർമ്മാണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ആണ് ഏതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ജീൻസ് ആണ് ഈ പ്രോട്ടീൻ സിന്തസിസ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിലൂടെയാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യപ്പെടുന്നത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളുടെ സ്വഭാവ സവിശേഷതകൾ. അപ്പൊ ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിലൂടെയാണ്, അതായത് ജീൻസ് എന്തിന്റെ റെഗുലേഷൻ നടത്തുന്നു? പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണത്തെ റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. അപ്പൊ ഈ പ്രോട്ടീന്റെ നിർമ്മാണത്തിലൂടെയാണ് നമ്മളുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യപ്പെടുന്നത്. നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ, സെല്ലിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെ. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ട്, വിഘടന പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടോട്ടൽ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മെറ്റാബോളിസം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളും നിയന്ത്രിക്കുന്നത് ജീൻസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജീൻസ് എങ്ങനെയാണ് ഈ സ്വഭാവ സവിശേഷതകൾ നിയന്ത്രിക്കുന്നത്? എന്തിന്റെ നിർമ്മാണത്തിലൂടെയാണ്? പ്രോട്ടീന്റെ നിർമ്മാണത്തിലൂടെയാണ്. ഇനി ഈ പ്രോട്ടീന്റെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? റൈബോസോമിലാണ്. ഇനി ജീൻസ് മാത്രമല്ല പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്, RNA എന്ന് പറയുന്ന ഒരുതരം ന്യൂക്ലിക് ആസിഡും പ്രോട്ടീന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ RNA-യും DNA-യും 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പൊ DNA-യുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് RNA-യെ കുറിച്ചാണ്. RNA ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. RNA എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരുതരം ന്യൂക്ലിക് ആസിഡ് ആണ്. RNA-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി ഈ RNA-യും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കും. RNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന, RNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. അതായത് DNA പോലെ തന്നെ RNA-യുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്തിൽ ഒരു ഷുഗർ ഉണ്ട് ഇല്ലേ. RNA-യിലുള്ള ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്, റൈബോസ് പഞ്ചസാര. ദെൻ അതുപോലെ തന്നെ RNA-യിൽ എന്തുണ്ട്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്. ദെൻ നൈട്രജൻ ബേസസ്. RNA-യിലുള്ള നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. DNA-യിലുള്ള നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അഡിനിന്, തൈമിൻ ആയിരുന്നു അല്ലെ. ഇവിടെ എന്ന് പറയുന്നത് അഡിനിൻ, തൈമിന് പകരം എന്ത് വരും? യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ബാക്കി 3 ഒരുപോലെ തന്നെയാണ്. DNA-യിലെ നൈട്രജൻ ബേസുകൾ പോലെ തന്നെ. അതായത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ DNA-യിലും RNA-യിലും ഒരുപോലെ തന്നെയാണ്. ഇനി RNA-യിലുള്ള നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഏതാണ്? അഡീഷണൽ വരുന്നത് യുറാസിലാണ്. DNA-യിൽ ഏതായിരുന്നു? തൈമിനാണ് ഇല്ലേ. DNA-യിലെ തൈമിന് പകരം RNA-യിൽ വരുന്നത് ഏതാണ്? യുറാസിലാണ്. ദെൻ അതുപോലെ തന്നെ മിക്കവാറും എല്ലാ RNA-കളും സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അതായത് ഒരു ഇഴ മാത്രമേ എന്തിനു കാണത്തുള്ളൂ? RNA-ക്ക് കാണത്തുള്ളൂ. DNA ആണെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് ആണ്, 2 ഇഴകളുണ്ട്. പക്ഷെ RNA എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം തന്നെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ RNA എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് ആണ്. RNA നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഒരു ഇഴ മാത്രമേ ഉള്ളൂ. RNA-യിൽ എന്തൊക്കെയുണ്ട്? RNA-യുടെ ന്യൂക്ലിയോടൈഡിനകത്തിൽ റൈബോസ് ഷുഗർ, അതായത് RNA-യിലുള്ള പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ ആണ്. ദെൻ RNA-യിലുള്ള നൈട്രജൻ ബേസസ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ.
അപ്പൊ ഇത്രയാണ് ഏതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന RNA-യുടെ സ്ട്രക്ചർ. ഇനി DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, 2 ഇഴകളുണ്ട്. RNA എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ്, 1 ഇഴ മാത്രമേ ഉള്ളൂ. DNA-യിലുള്ള ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, ഡിയോക്സി റൈബോസ് പഞ്ചസാര. RNA-യിലുള്ള ഷുഗർ ഏതാണ്? റൈബോസ് ഷുഗർ അല്ലെങ്കിൽ റൈബോസ് പഞ്ചസാര. DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യിലുള്ള നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇതാണ് DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA കുറിച്ചാണ്. RNA എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്: mRNA, tRNA ആൻഡ് rRNA. mRNA അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മെസഞ്ചർ RNA എന്നാണ്. മെസഞ്ചർ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് മെസ്സേജസ് ആണ് അല്ലെ, അതായത് സന്ദേശങ്ങൾ വഹിക്കുന്ന RNA ആണ് ഏതെന്ന് പറയുന്നത് mRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA. സെക്കൻഡ് വൺ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത് tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. ദെൻ മൂന്നാമത്തത് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഇതെന്ന് പറയുന്നത് കാണപ്പെടുന്നത് റൈബോസോമുമായിട്ട് ചേർന്നായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന എവിടെയാണ്? റൈബോസോമിലാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ആ റൈബോസോമുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന അല്ലെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന RNA ആണ് ഏതെന്ന് പറയുന്നത് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഇനി ഇവരുടെ 3 പേരുടെയും ഫംഗ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി പ്രോട്ടീൻ സിന്തസിസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA? mRNA, tRNA ആൻഡ് rRNA. mRNA എന്ന് പറഞ്ഞാൽ മെസഞ്ചർ RNA, ക്യാരിയിങ് മെസ്സേജസ്, സന്ദേശങ്ങൾ വഹിക്കുന്നു. tRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ RNA, എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA, ആരുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു? റൈബോസോമുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. ഇവരുടെ 3 പേരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്, പ്രോട്ടീൻ നിർമ്മാണമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതായത് നമ്മളുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ആരാണ്? ജീൻസ് ആണ്. ഈ ജീൻസ് എന്ന് പറയുന്നത് ഇരിക്കുന്ന എവിടെയാണ്? DNA-യിലാണ്. DNA-യിലുള്ള സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജീൻസ് ഇല്ലേ. അപ്പൊ ഈ ജീൻസിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണമാണ്, പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെയും അതുപോലെ തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, ഉപാപചയ പ്രവർത്തനങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്രോട്ടീനുകളാണ്. ആ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ജീൻസിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഈ ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? DNA-യിലാണ്. അപ്പൊ DNA-യിൽ ഇരിക്കുന്ന ജീനുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം. ആ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിലൂടെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതുപോലെ തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഇനിയും DNA മാത്രമല്ല പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്നത്, RNA-യും പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. RNA എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. RNA-യിലുള്ള ഷുഗറിന്റെ പേര് റൈബോസ് ഷുഗർ. RNA-യിലുള്ള നൈട്രജൻ ബേസസ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ നമ്മൾ DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞു. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA-യിലുള്ള ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഡിയോക്സി റൈബോസ് ഷുഗർ, RNA-യിലുള്ള ഷുഗർ റൈബോസ് ഷുഗർ. DNA-യിലുള്ള നൈട്രജൻ ബേസസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യിലുള്ള നൈട്രജൻ ബേസസ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് RNA ആണ്: mRNA, tRNA ആൻഡ് rRNA. mRNA അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മെസഞ്ചർ RNA, ക്യാരി മെസ്സേജസ്, സന്ദേശങ്ങൾ വഹിക്കുന്നു. tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA, പദാർത്ഥങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. rRNA റൈബോസോമൽ RNA, എന്തുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു? റൈബോസോമുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, RNA കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണമാണ്. അതായത് നമ്മളുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീൻസ് എന്താണ് നിർമ്മിക്കുന്നത്? പ്രോട്ടീനാണ് നിർമ്മിക്കുന്നത്. ആ പ്രോട്ടീന്റെ നിർമ്മാണം എങ്ങനെയാണ് റൈബോസോമിൽ നടക്കപ്പെടുന്നത് എന്നാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.